ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ അടിപൊളി എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. അങ്ങനെ മഞ്ജുവിന് വല്ലാത്ത രീതിയിൽ തന്നെ സംസാരിക്കുന്നുണ്ട് നമ്മുടെ മേഘനാഥനും. അമ്മയും പെങ്ങളൊക്കെ അടിച്ചങ്ങോട്ട് കയറുക കേട്ടോ. മഞ്ജു ഒട്ടും തന്നെ വിട്ട് കിടക്കുന്നില്ല. നിങ്ങളുടെ മകൻ പല പെണ്ണുങ്ങളുടെ കൂടെ കറങ്ങാൻ പോകുന്നുണ്ടല്ലോ, അതിന് നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലേ എന്ന് ചോദിക്കുമ്പോൾ, എടി ആണുങ്ങൾ കറങ്ങണ പോലെ പെണ്ണുങ്ങൾ കറങ്ങുന്നത്, നിനക്ക് നാണുലടി ഇവന്റെ താലിമാല കഴുത്തിലിട്ട് നടന്നിട്ട് ഇങ്ങനെയൊക്കെ പോകാനായിട്ട്. കുടുംബത്തിൽ പിറന്ന പെണ്ണുങ്ങൾ ആരെങ്കിലും ചെയ്യുന്ന പണിയാണോടി നീ ചെയ്തത്? അതെ, ഞാൻ കുടുംബത്തിൽ പിറന്ന പെണ്ണല്ല. അതുകൊണ്ടേ ദേ നിങ്ങളുടെ മകൻ ഈ കെട്ടിത്തന്ന ഈ താലി എന്ന് പറഞ്ഞിട്ട് ആ താലി കഴുത്തിൽ ഇങ്ങനെ പിടിച്ചിട്ട് വലിച്ചു പൊട്ടിക്കുകയാണ്. ഞാൻ ഈ താലി ഇവിടെ ഉപേക്ഷിക്കുകയാണ്. എനിക്കിനി താലിയായിട്ട് ഒരു ബന്ധമില്ല. നിങ്ങളുടെ മോൻ കൊണ്ട് പുഴുങ്ങി തിന്നട്ടെ എന്ന് പറഞ്ഞിട്ട് മഞ്ജു അത് നേരെ മേഘനാഥന്റെ അടുത്തേക്ക് നോക്കുകയാണ്. മേഘനാഥൻ ഒരിക്കലും വിചാരിച്ചിട്ട് മഞ്ജു ഇങ്ങനെ താലിയൊക്കെ വലിച്ചു പൊട്ടിക്കുമെന്ന്. മഞ്ജു ദേഷ്യത്തോട് കൂടി തന്നെ മേഘൻ നോക്കുമ്പോൾ മേഘൻ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അമ്മക്ക് അനിയത്തിക്ക് ശരിക്കും അടി കിട്ടിയ പോലെ കേട്ടോ. സ്വത്തുക്കൾക്ക് വേണ്ടി ഇത്രയോ നാള് മഞ്ജുവിനെ സോപ്പിട്ട് നിന്നതൊക്കെ വെറുതെ ആയോ ഈശ്വര എന്ന് വിചാരിച്ച് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴേക്കും മഞ്ജു ആ താലിമാല ചുരുട്ടിക്കൂട്ടി മേഘനാഥന്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞു കൊടുക്കുകയാണ്. ശേഷം പറയണ്ട്, ഞാനിപ്പോ ഈ താലി മാത്രമേ കെട്ടിച്ച് പൊട്ടിച്ചെറിഞ്ഞുള്ളൂ. പക്ഷേ നാളെ ഞാൻ ഡിവോഴ്സിന് വേണ്ടി അപേക്ഷിക്കും. അതോടുകൂടി ബന്ധവും വേർപിരിയാൻ പോവാണ് എന്ന് പറയുമ്പോഴേക്കും മേഘനാഥൻ ഒന്നും മിണ്ടാതെ ദേഷ്യത്തോടു കൂടി തന്നെ മഞ്ജുവിനെ നോയിക്കൊണ്ടിരിക്കുക കേട്ടോ. എടി നീ എന്തുദ്ദേശിച്ചിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യണത് എന്ന് മേഘന്റെ അമ്മ ചോദിക്കുമ്പോഴേക്കും മഞ്ജു പറയുന്നുണ്ട്, നിങ്ങളുടെ മോൻ ഉദ്ദേശിക്കുന്ന എന്താണോ അത് തന്നെ. എനിക്ക് ഇയാളായിട്ട് ഒത്തുപോകാൻ പറ്റില്ല. എനിക്കെന്നല്ല, ലോകത്ത് ഒരു പെണ്ണിനും നിങ്ങളുടെ ഈ മകനായിട്ട് ഒത്തുപോകാൻ പറ്റില്ല. കാരണം എന്താണെന്നറിയാമോ, നിങ്ങളുടെ മകനെ പോലത്തെ ഒരു വൃത്തികെട്ടവൻ ഈ ലോകത്ത് അധികം ആൾക്കാരൊന്നും ഉണ്ടാവില്ല. അങ്ങനെ 5 or 6 പേരുണ്ട്. അതിലൊരെണ്ണം നിങ്ങളുടെ വയറ്റിൽ തന്നെ വന്ന് പറഞ്ഞു. അല്ലെങ്കിലും ഇയാളെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നിങ്ങളുടെ വൃത്തികെട്ട സ്വഭാവം, നിങ്ങളുടെ ഭർത്താവിന്റെ സ്വഭാവം എല്ലാം നിങ്ങളുടെ മക്കൾക്ക് കിട്ടുള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ 2 മക്കളും തല ധരിച്ചു പോയി എന്ന് പറയണം. നീയേ അധികം അങ്ങോട്ട് വലിയ ആളാവണടി. നീ ഇവിടുന്ന് പോയാലല്ലേ നീ ഇവനെ ഡിവോഴ്സ് ചെയ്യുള്ളൂ. നിന്നെ ഇവിടുന്ന് വിടത്തില്ലടി എന്ന് പറയണം. എന്റെ വീട്ടിലെങ്കിൽ ഞാൻ ചേട്ടൻ്റെ അടുത്തേക്ക് പോകും. എന്റെ ചേട്ടനെ 2 കൈ നീട്ടി എന്നെ സ്വീകരിക്കും. ഞങ്ങൾക്ക് മനസ്സിലായി നീ ആരെ കണ്ടിട്ടാണ് ഈ തിളക്കണേന്ന്. മനസ്സിലായെങ്കിൽ കയ്യിൽ തന്നെ വെച്ചതാളെ. ഞാൻ എന്തായാലും പോകുവാണ്, മടുത്തു ഈ ജീവിതം എന്നൊക്കെ പറഞ്ഞിട്ട് മഞ്ജു വേഗം തന്നെ ബെഡ്റൂമിൽ പോയിട്ട് വാതിലടച്ചിട്ട് ഇങ്ങനെ ഇരിക്കട്ടെ. എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. മേഘനാണെങ്കിൽ വല്ലാത്തൊരു അവസ്ഥയിലാണ്. ഈശ്വര, ഇനിയിപ്പോൾ ഇവള് കൈവിട്ട് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? എല്ലാ പ്രതീക്ഷയും പോലും എല്ലാം കൈവിട്ട് പോയി. അച്ഛനാണെങ്കിൽ ഹോസ്പിറ്റലിൽ ഇന്നോ നാളെയോ എന്ന് പറഞ്ഞ് കിടക്കുന്നു. ഇതാണെങ്കിലും ഇവളാണെന്നുണ്ടെങ്കിലും അതേ പോകാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുന്നു. ഇനി എന്ത് ചെയ്യും എന്നൊക്കെ ആലോചിച്ച് മേഘൻ അങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ മഞ്ജു അവസാന തീരുമാനത്തിലേക്ക് എത്തുകയാണ്. അതെ, സാഗറിനെ പോയി കാണണം, അത് തന്നെയുള്ളൂ അവസാന വഴി എന്ന് പറഞ്ഞിട്ട് മഞ്ജു അപ്പൊ തന്നെ സാഗറിനെ പോയി കാണുന്നുണ്ട്. അതായത് സാഗറിന്റെ കൂടെ ഒളിച്ചോടി പോകാമെന്ന് ഉദ്ദേശിച്ചിട്ടാണ് മഞ്ജു പോണത് കേട്ടോ. അങ്ങനെ സാഗറിന്റെ വീട്ടിലേക്ക് പോകുമ്പോഴേക്കും സാഗർ ചോദിക്കേണ്ട, മഞ്ജു നീ എന്താ ചോദിക്കുമ്പോഴേക്കും, ഞാൻ എല്ലാം ഉപേക്ഷിച്ചിട്ടാണ് വന്നേക്കണത്. എല്ലാം ഉപേക്ഷിച്ച് വന്നു, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല മഞ്ജു എന്ന് പറയുമ്പോഴേക്കും, ഞാൻ ആ മേഘനായിട്ടുള്ള എല്ലാ ബന്ധവും ഉപേക്ഷിച്ചു എന്നാണ് പറഞ്ഞത്. അവനായിട്ടുള്ള എല്ലാ ബന്ധവും ഉപേക്ഷിച്ചോ? അതെ, അവനെ കെട്ടുതാലി അവന്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞ് പൊട്ടിച്ചിറങ്ങിയിട്ടാണ് ഞാൻ ഇറങ്ങി വന്നത് സാഗറിന്റെ കൂടെ ജീവിക്കാനായിട്ട്. സാഗർ എന്നോട് പറഞ്ഞല്ലോ എന്നെ 2 കൈ നീട്ടി സ്വീകരിക്കാം, അവനെ കെട്ടുതാലി പൊട്ടിച്ചെറിഞ്ഞു വരാനായിട്ട്. അതുപോലെ ഞാൻ ചെയ്തു. ഇനി സാഗർ പറഞ്ഞ പോലെ ചെയ്യാൻ പറ്റുമോ? സാഗറിനെ എന്നെ സ്വീകരിക്കാമോ? എന്താ സാഗർ, ഞാൻ ഇറങ്ങി വന്നത് സാഗറിന് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടോ എന്ന് മഞ്ജു ചോദിക്കുമ്പോൾ സാഗർ അതിന് മറുപടി ഒന്നും പറയുന്നു കേട്ടോ. സാഗറിന്റെ മൗനം കാണുമ്പോഴേക്കും മഞ്ജുക്ക് വല്ലാത്ത വിഷമമൊന്നുണ്ട്. എന്താ സാഗർ, ഞാൻ ഇറങ്ങി വന്നത് അപ്പത്തൊരു ആവശ്യത്തിൽ സാഗർ വെറുതെ പറഞ്ഞതാണോ? ഇറങ്ങി വന്നപ്പോഴേക്കും സാഗറിന് എന്നോടുള്ള ഇഷ്ടമൊക്കെ പോയോ? ഇപ്പൊ എന്നെ ഇഷ്ടമില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. അതോ സാഗർ ഒരു ടൈം പാസ് ആയിട്ടാണോ കണ്ടത്? എടോ, ഒരിക്കലുമില്ല, എനിക്ക് തന്നെ ഇഷ്ടം തന്നെയാണ്. പക്ഷെ താൻ പെട്ടെന്ന് ഇങ്ങോട്ട് ഇറങ്ങി വന്നപ്പോഴേക്കും തനിക്കറിയാലോ എന്റെ അവസ്ഥ. സാഗർ സ്നേഹിച്ച പെണ്ണ് അവസാന നിമിഷം തേക്കാനായിട്ട് ഓരോരുത്തർ ഇതുപോലത്തെ ഒരു പല കാര്യങ്ങളും പറയും. അതൊക്കെ ഒരു കാരണമാണോ എന്നൊക്കെ ചോദിക്കുകയാണ്. താൻ വിഷമിക്കല്ലേടോ, താനിവിടെ നിൽക്കുക. എന്തായാലും താനിനെ അങ്ങോട്ടേക്ക് പോകണ്ട. അല്ല, താൻ ചേട്ടൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ടോ? ഇപ്പം എന്തായാലും പോകുന്നില്ല, 2-1 തീരുമാനിച്ചിട്ടേ ഞാൻ പോകുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് മഞ്ജു അവിടെ ഇരിക്കുക കേട്ടോ. സാഗർ മാർക്കോനെ വിളിക്കുന്നുണ്ട്. മാർക്കോനെ വിളിച്ചിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ മാർക്കോ സപ്പോർട്ട് ചെയ്യണം. എടാ, അവൾ നിന്റെ അടുത്തേക്ക് വന്നു, അതിനർത്ഥം എന്താ? അവൾക്ക് വേറെ ആരും വേണ്ട, നിന്നെ മതി എന്നാണ്. ഇനി നീ എന്താ വെച്ച് താമസിക്കണത്? അടുത്തുള്ള ഒരു ക്ഷേത്രത്തിൽ കൊണ്ടുപോയി അവളുടെ കഴുത്തിൽ ഒരു താലി കെട്ടണം. ശേഷം അവൾ ഡിവോഴ്സിന് വേണ്ടി അപേക്ഷിക്കട്ടെ, ഡിവോഴ്സ് ചെയ്തതിന് പരമായിട്ട് വിവാഹം കഴിക്കാലോ എന്നൊക്കെ പറയുന്നുണ്ട്. സാഗറിന്റെ മുഖം മാറുമ്പോൾ മാർക്ക് ചോദിക്കട്ടെ, നീ അല്ല പറഞ്ഞതാണോ? എന്താ നീ അവളെ ഉപേക്ഷിക്കാനുള്ള വല്ല പുറപ്പാടാണ്? പിന്നെ അവസാന നിമിഷത്തിൽ തള്ളിക്കളയരുത് കേട്ടോ എന്ന് പറയുമ്പോഴേക്കും സാഗർ ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. പക്ഷെ നമ്മുടെ പ്രൊമോയിൽ കാണിച്ചത് സാഗർ മഞ്ജുവിനെ ചതിക്കുമോ എന്നാണ്. സാഗർ ചതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അഥവാ സാഗർ ചതിച്ചെങ്കിൽ തന്നെ മഞ്ജുവിനെ ഏറ്റെടുക്കാൻ എന്തിനും പോകുന്ന നമ്മുടെ മാർക്കോ ഉണ്ടല്ലോ. ജാതി മതം ഒന്നും നോക്കിയില്ലെങ്കിൽ തീർച്ചയായിട്ടും മാർക്കോ തന്നെ നമ്മുടെ മഞ്ജുവിനെ കല്യാണം കഴിക്കുക തന്നെ ചെയ്യും കേട്ടോ. എന്തായാലും സാഗർ ചതിക്കില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പ്രൊമോയിൽ കാണിച്ചു വെച്ച് നോക്കുകയാണെങ്കിൽ സാഗർ ചതിക്കുമെന്ന രീതിയിലും പറയുന്നുണ്ട്. എന്തായാലും
മഞ്ജു ആകെ പെട്ടിരിക്കുകയാണ്. ഇങ്ങോട്ട് വന്നപ്പോ സാഗറിന്റെ മുഖം ആകെ മാറിയിരിക്കുന്നു. സാഗർ തന്നെ ഏറ്റെടുക്കും, സാഗർ തന്നെ വല്ലാത്തൊരു പ്രണയമാണ് തന്നോട് എന്നൊക്കെ വിചാരിച്ചിട്ടാണ് മഞ്ജു ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പൊ അതേ സാഗർ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്നു. അതേസമയം നമ്മുടെ മേഘനാഥനാണെന്നുണ്ടെങ്കിലോ മഞ്ജു പോയതിന്റെ തൊട്ടു പിന്നെ തന്നെ അമ്മയടുത്തും പെങ്ങളടുത്തും ചൂടാവാണ്. അവൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയപ്പോ നിങ്ങൾ കണ്ടില്ലേ, നിങ്ങൾ ഇവിടെ എന്ത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക എന്നൊക്കെ ചോദിക്കുമ്പോൾ, എടാ നിന്റെ ഭാര്യയുടെ പുറകെ നിലക്കലാണ് ഞങ്ങളുടെ ജോലി, ഇന്നത്തെ ദിവസം നിങ്ങൾ അവളെ പുറകെ നിൽക്കണമായിരുന്നു. അവൾ നേരെ പോയത് എവിടേക്കാണെന്ന് ആർക്കറിയാം, ഇനി ആരുടെ കൂടെ ഒളിച്ചോടി പോയിക്കാൻ പിന്നെ ഞാൻ ഈ കഷ്ടപ്പെട്ടതൊക്കെ എന്തിനാണ്, അവളെയും ചുമന്ന് ഇത്രയും ദിവസം വെറുതെ നടന്നു എന്ന് പറയണം. എന്റെ സമയവും വേസ്റ്റായി, പണവും ഇല്ല, പെണ്ണും ഇല്ല, ഒന്നും ഇല്ലാതെയായി, എല്ലാത്തിനും കാണാം നിങ്ങളൊക്കെ തന്നെയാ എന്നെ ഒരു ഭ്രാന്തനാക്കി മാറ്റേണ്ട, എല്ലാം ഇവിടുന്ന് പൊയ്ക്കോ എന്നൊക്കെ പറഞ്ഞ മേഘന ഒച്ചപ്പാടും ബഹളവും ഉണ്ടാക്കുക കേട്ടോ. അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ തന്നെ നമ്മുടെ അമ്മയും കരുണയും ഉണ്ണിയൊക്കെ തന്നെ അറിയുന്നുണ്ട്. അതൊക്കെ അറിഞ്ഞ് അവർ ഗൂഢാലോചന ചെയ്യുന്ന സമയത്ത് അവിടേക്ക് കണ്ണനും അതുപോലെ തന്നെ മഹാലക്ഷ്മിയും കൂടി വരും കേട്ടോ. കണ്ണൻ ഇങ്ങനെ കയ്യൊക്കെ അടിച്ചിട്ടാട്ടോ വരുന്നത്. കൊള്ളാം, അടിപൊളി എന്ന് പറയണേ. ഉണ്ണി നീ ഇങ്ങനെ ആകുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല, നീ എന്തൊക്കെ തിരിമറിയാടാ അവിടെ ചെയ്തത് എന്ന് ചോദിക്കുകയാണ്. ചേട്ടൻ ഞാൻ എന്ത് ചെയ്തു എന്നാ പറയണത്, ദേ ഇവര് പറഞ്ഞത് കേട്ട് ചേട്ടൻ വെറുതെ എന്റെ തലയിൽ കയറാൻ നിൽക്കണ്ട, ചേട്ടൻ എന്നെ തെറ്റിദ്ധരിക്കണ്ട എന്ന് പറയണം. ഇവരോ ഇത് നിന്റെ ഏട്ടത്തിയാണ് എന്ന് പറയാണ്. എന്തായാലും ഞാൻ ഒരു തിരിമറിയും ചെയ്തിട്ടില്ല, ഞാൻ കണ്ടിടാ കണക്കുകളൊക്കെ ഞാൻ കണ്ടു, നീ ഒരു മാസം നല്ല ലക്ഷങ്ങളാണ് വെട്ടിക്കണത് എന്ന് പറയാണ്. ഞാനങ്ങനെ ലക്ഷങ്ങളൊന്നും വെട്ടിച്ചിട്ടില്ല. എടാ ഞാൻ കണക്ക് കണ്ടു, എന്തിനാടാ നീ ഇങ്ങനെയൊക്കെ ചെയ്യണത്, നിനക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ പോരെ, എന്തായാലും വിശ്വാസവഞ്ചന കാണിച്ച നിന്നെ ഇനി കമ്പനിക്ക് ആവശ്യമില്ല എന്ന് മഹാലക്ഷ്മി പറയണം. കണ്ണൻ പറയണ്ട്, അതെ ഇയാളുടെ തീരുമാനം തന്നെയാ എനിക്കും പറയാനുള്ളത്, വിശ്വാസവഞ്ചന കാണിച്ച ഇനി നിന്നെ കമ്പനിക്ക് ആവശ്യമില്ല, അതുകൊണ്ട് നിനക്ക് ഇന്ന് റിസൈൻ ചെയ്യാം, നീ വേറെ ഏതെങ്കിലും കമ്പനി ജോയിൻ ചെയ്തോ. അതെ റിസൈൻ ചെയ്യാൻ പറ്റത്തൊന്നുമില്ല, റിസൈൻ ചെയ്യണമെങ്കിൽ 15 ദിവസം നോട്ടീസ് പീരീഡിൽ ഇരിക്കണ്ടേ, നിനക്ക് നോട്ടീസ് പീരീഡ് ഇല്ല, കാരണം എന്ന് വെച്ചാൽ നീ ഇത്രയും വലിയ തിരിമറി നടത്തിയിരിക്കുക, അതുകൊണ്ട് നിന്നെ കമ്പനി നിന്ന് പിരിച്ചുവിട്ടെന്ന് പറഞ്ഞ് നീ കോടതിയിൽ പോയി കേസ് കൊടുത്താലും ഞങ്ങൾ തന്നെ വിജയിക്കുള്ളൂ, വാദിച്ചു കഴിഞ്ഞാൽ നീ തോറ്റു പോകുകയുള്ളൂ, കമ്പനിക്ക് നീ പണം തിരിച്ചു തരേണ്ടി വരും, അതുകൊണ്ട് അടങ്ങി ഒതുങ്ങി നാളെ മുതൽ കമ്പനിയിൽ കാല് കുത്താൻ നിൽക്കണ്ട എന്ന് പറയണം. ഉണ്ണിക്കാണെങ്കിൽ ദേഷ്യം വരും കേട്ടോ. കരുണയെടുത്തും അമ്മയെടുത്തും ഉണ്ണി പറയണ്ട്, ഇതങ്ങനെ വെറുതെ വിട്ടാൽ പറ്റില്ല, എന്റെ മാനാഭിമാനത്തിനാണ് അവർ ചോദ്യം ചെയ്തിരിക്കുന്നത്, എനിക്ക് നിന്നെ നഷ്ടപ്പെടാൻ ഒന്നുമില്ല, എല്ലാം കൊണ്ട് തൃപ്തിയായി, എങ്ങനെ നടന്നതാ ഞാന്, അവര് ആ മഹാലക്ഷ്മി എന്ന് പറഞ്ഞ ആ സ്ത്രീ ഇവിടുന്ന് വലത് കാല് വെച്ച് കയറിടത്തോളം ഈ കുടുംബം നശിഞ്ഞു പോയി. സാധാരണ ലക്ഷ്മിമാര് വന്ന കുടുംബത്തിൽ പണം ഉണ്ടാവുകയാണ് ചെയ്തത്, പക്ഷെ ഇവള് വന്നേ പിന്നെ എന്റെ കയ്യിലെ കാശിന്റെ പണം എല്ലാം പോവുകയാണ് ചെയ്തത്. എന്തായാലും ഇത് ഞാൻ വെറുതെ വിടില്ലമ്മേ, ഇത് ഈ ചേട്ടനനിയൻ ബന്ധം ഒന്നും തന്നെയില്ല, ഇനി അയാൾക്കും അയാളുടെ ഭാര്യയ്ക്കും എന്ത് സംഭവിച്ചാലും എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ ഇനി എനിക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കാൻ പോണത്, ഞാൻ അതിനെ പല കടുങ്കയും ചെയ്യാൻ പോവാണമ്മേ എന്നൊക്കെ ഉണ്ണി ഉറച്ച തീരുമാനം എടുക്കാട്ടോ. കരുണ പറയണ്ട്, ഉണ്ണിയേട്ടന്റെ കൂടെ ഞാനും ഉണ്ടാകും എന്ന് പറയണം. അങ്ങനെ ഉണ്ണിയും കരുണയും കൂടി ചേർന്നിട്ട് നമ്മുടെ മഹാലക്ഷ്മിക്കും അതുപോലെ കണ്ണനും അതിന് വലിയ എന്തോ പ്ലാൻ തന്നെ നടത്തുന്നുണ്ട്. അവർ രണ്ടുപേരെയും ഒരുമിച്ച് ഇല്ലാതാക്കാനുള്ള പ്ലാൻ ആയിട്ട് ഇവർ നടത്തുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു ഭാഗമാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ കാണാൻ പോണത്. മഞ്ജു വഴിയാധാരോ ആവോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് ഇന്നത്തെ എപ്പിസോഡിൽ കണ്ടാൽ മാത്രമേ അറിയാൻ സാധിക്കുള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ, ബൈ ബൈ.